ഇന്ന് നമുക്ക് ഒരു ബൺദോശയുടെ റെസിപ്പി നോക്കാം. ഇൻസ്റ്റൻറ്റ് ബൺദോശ. അരി ഉഴുന്നും ഒന്നും തന്നെ അരയ്ക്കാതെയും വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബൺദോശ. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റവ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 കപ്പ് തൈര് ഇത്ര ഇട്ടതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 3/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒന്ന് നന്നായി ഇളക്കി ഒരു 10 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് നമുക്കെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായി അരച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കുക. അതിനായി കടുക് താളിക്കുന്ന ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് നല്ലവണ്ണം പൊട്ടി വന്നാലുടൻ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ് രണ്ടും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം 1 സവോള, 2 പച്ചമുളക്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, കുറച്ച് കറിവേപ്പില എല്ലാം ഒന്ന് ചെറുതായി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം അത് ഈ മാവിലേക്ക്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മാവിലേക്ക് ഒഴിച്ച് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ കടുക് താളിച്ച ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഓരോ തവി മാവായി ഒഴിച്ച് 2 വശവും നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ബൺദോശ റെഡി. തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ നല്ലൊരു ഉള്ളി ചമ്മന്തിയോ കൂട്ടി കഴിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അരി ഉഴുന്ന് അരയ്ക്കാനും കുതിരാനും ഒന്നും നിൽക്കാനുള്ള സമയമില്ലാത്തതിന് വളരെ പെട്ടെന്ന് നമുക്കിത് എല്ലാം കൂടെ ഒരു അരമണിക്കൂറിനകം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായതും സ്പോഞ്ച് പോലെയുള്ളൊരു ദോശയാണിത്.